നമസ്കാരം. ഇന്ന് മാർച്ച് 9 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമിക്കും അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു ദിവസം. ഈ ദേവതകളിൽ നിന്നും പൂർണ്ണമായ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പുണ്യ ദിവസം കൂടിയായി ഇന്നേ ദിവസത്തെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ പുണ്യദിനം ഹൈന്ദവ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ സനാതന വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. തിങ്കളാഴ്ച പൊതുവിൽ മഹാദേവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കൂടാതെ വിശാഖം നക്ഷത്രം സുബ്രഹ്മണ്യ സ്വാമിക്കും അതിവിശേഷമായതിനാൽ തന്നെ ഇന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ടും പ്രാർത്ഥിക്കുന്നതും ഈ ദേവതകളുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം അതിനാൽ തന്നെ പ്രധാനമായും നിങ്ങൾ അതിരാവിലെ ഉണർന്ന് വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം പ്രാധാന്യമുണ്ട് സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതിനും സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതിനും. അതോടൊപ്പം ഈ ദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുകയാണ് എങ്കിൽ അത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയാണ് എങ്കിൽ ഇരട്ടി ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. സർവ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. ഇന്നേ ദിവസം ഏവരും വീടുകളിൽ പ്രവർത്തിക്കേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ പ്രധാനമായും പരമശിവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായ കാര്യം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതിനാൽ ഇന്നേ ദിവസം പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ശിവമന്ത്രങ്ങൾ ജപിക്കുവാൻ ഏവരും ശ്രമിക്കണം. അതിരാവിലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ ഇന്നേ ദിവസം അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കരിക്ക് അഭിഷേകമായി സമർപ്പിക്കുന്നത്, വഴിപാടായി സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഇപ്രകാരം ചെയ്യുന്നത് സർവ അനുഗ്രഹങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്നതിന് ഉത്തമം തന്നെയാണ്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ മുൻജന്മ പാപങ്ങളുണ്ട് എങ്കിൽ ആ പാപങ്ങളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചു പോരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുവാനും അത്തരം ദോഷകരമായ ഫലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാനും ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമാണ്. അതായത് ഇന്നേ ദിവസം ഭഗവാന് കരിക്ക് അഭിഷേകമായി അല്ലെങ്കിൽ വഴിപാടായി സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതിനോടൊപ്പം കരിക്കിൻ്റെ വെള്ളം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയാണ്. സാധിക്കുന്നവർ ആ ഒരു കാര്യവും വീടുകളിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. ക്ഷേത്രത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നതും ഉത്തമ ഫലം നൽകും. നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം അല്ലെങ്കിൽ ശാന്തിയാണ് എങ്കിലും സമാധാനമാണ് എങ്കിലും കൈവരിക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും സന്ധ്യാസമയത്താണ് എങ്കിലും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാം. അതായത് രാവിലെ നിങ്ങൾക്ക് സമയം ലഭിച്ചില്ല, ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചില്ല, ഈ സമയങ്ങളിലാണ് കേൾക്കുന്നത് എങ്കിൽ തീർച്ചയായും ഈ സമയത്താണ് എങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഇനി ചെയ്യേണ്ടതായ കാര്യം സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിദ്യാർത്ഥികൾക്കും
സർവ ഐശ്വര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും ഇന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതിവിശേഷമാണ്. പ്രത്യേകിച്ചും സ്വാമിക്ക് അഭിഷേകം നടത്തുകയും ത്രിമധുരം നേദിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങൾ തന്നെ പ്രദാനം ചെയ്യും അഥവാ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും സ്വാമിക്ക് ഇപ്രകാരം അഭിഷേകം നടത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതോടൊപ്പം ത്രിമധുരം നേദിക്കുവാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. അതിനാൽ അതിരാവിലെ ക്ഷേത്ര ദർശനം നടത്തി ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഏവരും ശ്രമിക്കുക. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിലും വീടുകളിലാണ് എങ്കിലും ഈ കാര്യം പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഇന്നേ ദിവസം അറിവ് വർദ്ധിക്കുവാനും പഠന മികവിനും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനോടൊപ്പം ചുവന്ന പുഷ്പങ്ങൾ കൂടി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. അതിനാൽ ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ ആ ഒരു കാര്യവും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി സമയത്താണ് എങ്കിലും നിങ്ങൾക്ക് അഥവാ സന്ധ്യാസമയത്താണ് എങ്കിലും ഇപ്രകാരം ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ നല്ല അനുസരണ ഉള്ളവരായി വളരുവാനും അവരുടെ ഭാവി തന്നെ ഏറ്റവും ശുഭകരമായി തീരുവാൻ അഥവാ ഉയർച്ച നേടുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇന്നേ ദിവസം മുരുകസ്വാമിക്ക് ഈ പരാമർശിക്കുന്ന വഴിപാട് നടത്തണം. കുമാര സൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ മക്കളുടെ പേരിൽ തീർച്ചയായും നടത്തുകയാണ് എങ്കിൽ അത് കുട്ടികൾ അനുഭവിച്ചു പോരുന്ന ദോഷങ്ങൾ മാറി ശ്രേയസ് ഉണ്ടാകുവാൻ ഏറ്റവും ഉത്തമമാണ്. പരീക്ഷാ കാലങ്ങളിലേക്ക് കടക്കുന്ന സമയമായതിനാൽ തന്നെ ഈ വഴിപാടിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. തീർച്ചയായും അവരെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ അകലുവാനും ശ്രേയസ് ഉയർച്ച വന്ന് ചേരുവാനും ഇന്നേ ദിവസം ഈ വഴിപാട് നടത്തുന്നത് വിശേഷമാണ്. പരമശിവനും സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിക്കും വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇരട്ടി ഫലം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്ന് പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ്. ഓം നമഃശിവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ജപിക്കുക. അതോടൊപ്പം ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രവും ജപിക്കുന്നതും ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമോ ബന്ധനാത് മൃത്യോർമോക്ഷിയമാമൃതാത് എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മൃത്യുഞ്ജയ മന്ത്രവും ഇന്നേ ദിവസം 108 അല്ലെങ്കിൽ 21 തവണ ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമായ മൂലമന്ത്രമായ ഓം അജദ്ഭുവേ നമ എന്ന ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു മന്ത്രമായി തന്നെ പരാമർശിക്കാം. ഈ കാര്യങ്ങൾ ഏവരും ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കുകയും ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അതൊരു തുടക്കമായി തീരും എന്ന കാര്യം കൂടി ഓർക്കുക.